നമസ്കാരം, തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. കിഫ്ബിയിൽ നിരവധി ഒഴിവുകൾ വന്നിട്ടുണ്ട്. നല്ല മികച്ച ശമ്പളവുമുണ്ട്. ഇപ്പോൾ തന്നെ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾ ഇങ്ങനെയാണ്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡിൽ കരാർ അടിസ്ഥാനത്തിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. ടെക്നിക്കൽ അസിസ്റ്റന്റ് തസ്തികയിലാണ് ഒഴിവുകളുള്ളത്. കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം. തസ്തിക, യോഗ്യത, ശമ്പളം, പ്രായപരിധി തുടങ്ങിയ വിവരങ്ങൾ അറിയാം. ടെക്നിക്കൽ അസിസ്റ്റന്റ് QAC തസ്തികയിലേക്ക് ഒഴിവ് 1. സിവിൽ എഞ്ചിനീയറിംഗിൽ ബിടെക്കും 70% CGPAയും ആവശ്യമാണ്. QA/QC ജോലികളിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ്. ടെക്നിക്കൽ അസിസ്റ്റന്റ് GCW വിഭാഗത്തിൽ ഒഴിവുള്ളത് 4 എണ്ണമാണ്. സിവിൽ എഞ്ചിനീയറിംഗിൽ ബിരുദവും 70% CGPAയും വേണം. സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിൽ PG അഭികാമ്യം. പബ്ലിക് ബിൽഡിംഗുകൾ, വാണിജ്യ കെട്ടിടങ്ങൾ, അപ്പാർട്ട്മെന്റുകൾ, ആശുപത്രികൾ, സ്റ്റേഡിയങ്ങൾ തുടങ്ങിയ ഹൈറൈസ് കെട്ടിടങ്ങളുടെ ഘടനാപരമായ രൂപകൽപ്പനയിലും നിർവഹണത്തിലും 2 വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ്. സേഫ്, സ്റ്റാഡ്, ഇറ്റാപ്സ് തുടങ്ങിയ ഡിസൈൻ സോഫ്റ്റ്വെയറുകളിൽ പ്രാവീണ്യം ഉണ്ടായിരിക്കണം. ടെക്നിക്കൽ അസിസ്റ്റന്റ് ജിയോ ടെക്നിക്കൽ ഫോർ ട്രാൻസ്പോർട്ടേഷൻ ഒഴിവ് 1. സിവിൽ എഞ്ചിനീയറിംഗിൽ ബിരുദവും 70% CGPAയും വേണം. ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിൽ MTech അഭികാമ്യമാണ്. മണ്ണ് പരിശോധനാ റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ്. ടെക്നിക്കൽ അസിസ്റ്റന്റ് ഹൈഡ്രോളിക്സ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ ഒരു ഒഴിവാണുള്ളത്. സിവിൽ എഞ്ചിനീയറിംഗിൽ ബിരുദവും 70% CGPAയും വേണം. ഹൈഡ്രോളിക്സ് എഞ്ചിനീയറിംഗിൽ MTech അഭികാമ്യമാണ്. ഹൈഡ്രോളിക് പഠനങ്ങളിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ്. ടെക്നിക്കൽ അസിസ്റ്റന്റ് ഹൈഡ്രോളിക്സ് ഫോർ GCW ഒരു ഒഴിവാണുള്ളത്. സിവിൽ എഞ്ചിനീയറിംഗിൽ ബിരുദവും 70% CGPAയും വേണം. ഹൈഡ്രോളിക്സ് എഞ്ചിനീയറിംഗിൽ MTech അഭികാമ്യമാണ്. ഹൈഡ്രോളിക് പഠനങ്ങളിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയം നിർബന്ധമാണ്. CAD സോഫ്റ്റ്വെയറുകൾ, ഡിസൈൻ ടൂളുകൾ, വാട്ടർ മോഡലിംഗ് സോഫ്റ്റ്വെയറുകൾ, EPANet, വാട്ടർ ജെംസ്, വാട്ടർ കാർഡ് എന്നിവയിലുള്ള പരിചയം അഭികാമ്യമാണ്. MS ഓഫീസ്, ഡിസൈൻ സോഫ്റ്റ്വെയറുകൾ എന്നിവയിൽ പ്രാവീണ്യം വേണം. ടെക്നിക്കൽ അസിസ്റ്റന്റ് EMS ഒഴിവ് 1. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദവും 70% CGPAയും വേണം. കെട്ടിട നിർമ്മാണത്തിലെ ഇലക്ട്രോ മെക്കാനിക്കൽ മേഖലയിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ്. HVAC, ഫയർ പ്രൊട്ടക്ഷൻ സിസ്റ്റം, ലിഫ്റ്റ് തുടങ്ങിയ മെക്കാനിക്കൽ സിസ്റ്റങ്ങളുടെ ഡിസൈനിങ്ങിലും എസ്റ്റിമേഷനിലും പ്രാവീണ്യം ആവശ്യമാണ്. ഓട്ടോകാഡ് പരിചയം അഭികാമ്യം. ടെക്നിക്കൽ അസിസ്റ്റന്റ് പ്രോജക്ട് എക്സിക്യൂഷൻ സിവിൽ രംഗത്ത് 4 ഒഴിവാണുള്ളത്. സിവിൽ എഞ്ചിനീയറിംഗിൽ ബിടെക്കും 70% CGPAയും വേണം. റോഡുകൾ, കെട്ടിടങ്ങൾ, അടിസ്ഥാന സൗകര്യ വികസന പ്രവൃത്തികളിലെ ക്വാളിറ്റി ഇൻസ്പെക്ഷൻ, ടെസ്റ്റിംഗ്, ഫീൽഡ് ഓപ്പറേഷൻസ് എന്നിവയിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ്. ടെക്നിക്കൽ അസിസ്റ്റന്റ് പ്രോജക്ട് എക്സിക്യൂഷൻ ഇലക്ട്രിക്കൽ തസ്തികയിലേക്ക് 2 ഒഴിവാണുള്ളത്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിടെക്കും 70% CGPAയും വേണം. ജനറൽ സിവിൽ വർക്കുകളിലെ EMSന്റെ ക്വാളിറ്റി ഇൻസ്പെക്ഷൻ, ടെസ്റ്റിംഗ്, ഫീൽഡ് ഓപ്പറേഷൻസ് എന്നിവയിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ്. ടെക്നിക്കൽ അസിസ്റ്റന്റ് VDC ഒരു ഒഴിവ്. സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദവും 70% CGPAയും വേണം. VDC, BIM ഡിസൈനിങ്ങിലും മോഡലിംഗ് പ്രവർത്തനങ്ങളിലും 2 വർഷത്തെ പ്രവൃത്തി പരിചയം നിർബന്ധമാണ്. റെവിറ്റ്, നാവിസ് വർക്സ്, ഓട്ടോകാഡ് എന്നിവയിൽ പ്രാവീണ്യം ആവശ്യം. BIM മോഡലുകൾ നിർമ്മിക്കുന്നതിലും പരിശോധിക്കുന്നതിലും പരിചയം വേണം. ടെക്നിക്കൽ അസിസ്റ്റന്റ് GIS ഒരു ഒഴിവ്. ജിയോ ഇൻഫോർമാറ്റിക്സിൽ MTechഉം 70% CGPAയും വേണം. ജിയോ സ്പെഷ്യൽ പ്രോഗ്രാമിംഗിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ്. പൈത്തൺ, പോസ്റ്റ്, GIS, QGIS, ജിയോ സെർവർ, ലീഫ്ലെറ്റ്, ഓപ്പൺ ലെയേഴ്സ്, ഫോളിയം എന്നിവയിൽ അറിവുണ്ടായിരിക്കണം. ഗൂഗിൾ എർത്ത് എഞ്ചിൻ, ക്ലൗഡ് അധിഷ്ഠിത GIS സൊല്യൂഷനുകൾ എന്നിവയിലുള്ള പരിചയം അഭികാമ്യം. റിമോട്ട് സെൻസിംഗ് ടെക്നിക്കുകളിലും മൾട്ടി ടെമ്പോറൽ സാറ്റലൈറ്റ് ഇമേജിംഗ് പ്രോസസ്സിംഗിലും അറിവ് വേണം. ടെക്നിക്കൽ അസിസ്റ്റന്റ് തസ്തികകളിലെല്ലാം പ്രതിമാസ ഏകീകൃത ശമ്പളം 32,500 രൂപയാണ്. ഈ തസ്തികകളിലേക്കുള്ള ഉയർന്ന പ്രായപരിധി 2025 ഒക്ടോബർ 1 35 വയസ്സാണ്. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് www.cmd.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി മാത്രം അപേക്ഷിക്കാം. അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി നവംബർ 12. കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.